എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞിരുന്നു. വരാൻ പോകുന്ന LDC LGS പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ പോലുള്ള HSA അതേപോലെ തന്നെ LPUP ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ, നാഷണൽ അതേപോലെ തന്നെ കേരള സംബന്ധിച്ച കറണ്ട് അഫയേഴ്സ് സീരീസുകളാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓരോ ദിവസവും 100 കറണ്ട് അഫയേഴ്സ് വീതം 60 ദിവസം ഏകദേശം 6000 കറണ്ട് അഫയേഴ്സ് വരെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ കൂടുതൽ പരമാവധി നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ തരാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു സീരീസാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തരുന്ന കറണ്ട് അഫയേഴ്സുകൾ അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷകളിൽ അത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് നോട്ട് എഴുതി വെച്ചുകൊണ്ട് പഠിക്കുക. നോട്ട് എഴുതി വെക്കണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ മറന്നു പോകും. 1-2 ദിവസം കഴിഞ്ഞ് മറന്നു പോകാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് എഴുതി തയ്യാറാക്കി ആ നോട്ട് പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ 6000-ഓളം കറണ്ട് അഫയേഴ്സ് പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ ഏരിയകളും കവർ ചെയ്യും. നമ്മൾ ആദ്യത്തെ ഒരു 5-10 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഓരോ ഏരിയയിൽ നിന്നും, അതായത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ലോകത്തിലുള്ള, ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും അവാർഡുകളും, അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, അതേപോലെ മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾ, പ്രധാന ആളുകളുടെ പുസ്തകങ്ങൾ, ഇങ്ങനെ ഓരോ ടോപ്പിക് വൈസായിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ ഒരു 10 ദിവസത്തിന് ശേഷം നമ്മൾ തുടങ്ങാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ ഏരിയയും കവർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 90% മാർക്കും കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്ന് ഉറപ്പായിട്ടും നേടാൻ കഴിയും. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്. ഇത് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ മുമ്പ് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ നിങ്ങൾ ബോർഡ് കാണുന്നുണ്ടാകുന്ന ഇവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു റിഫ്ലക്ഷൻ ഉണ്ട്. അത് പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്ത് ചെയ്യുക, നോട്ട് എഴുതിയെടുക്കുക. അപ്പം നോട്ട് എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നോട്ടും കൂടെ എഴുതിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 140 ആണ്. ഇതിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. സെക്കൻഡ് വൺ, 2021 നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്. നോട്ട് ചെയ്യണേ, നെൽസൺ മണ്ടേല അവാർഡ് എന്ന് ചോദിക്കാം. ഇന്റർനാഷണൽ അവാർഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡൊക്കെ ഉണ്ട് നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെട്ട. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കിയ ശേഷം മാത്രമേ, മുഴുവനും കൃത്യമായിട്ട് വായിച്ചു നോക്കിയ ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2021 ലഭിച്ചത് റുമാന സിൻഹ സെഗാളിനാണ്. പഠിച്ചല്ലോ, ഓക്കെ അല്ലേ? മൂന്നാമത് ക്വസ്റ്റ്യൻ, കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഓംബുഡ്സ്മാനായി നിയമിതരായത് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാനായി പുതിയതായിട്ട് നിയമിതനായത് ആരാണെന്നാണ് ചോദ്യം. ആൻസർ ജസ്റ്റിസ് PS ഗോപിനാഥൻ. ജസ്റ്റിസ് PS ഗോപിനാഥൻ. ക്ലിയർ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ, KTDC ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ. ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കാം. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പുതിയ ക്യാമ്പയിൻ എന്താണ്? വിനോദസഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള അല്ല, ആഭ്യന്തര വിനോദസഞ്ചാരികളാണ്. അതായത് ഇന്ത്യക്കകത്തുള്ള
വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി KTDC ആരംഭിച്ച പുതിയ ക്യാമ്പയിനാണ് മൈ ഫസ്റ്റ് ട്രിപ്പ്. മൈ ഫസ്റ്റ് ട്രിപ്പ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് പാരാഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ മലയാളി ആരാണ്? പാരാഷൂട്ടിംഗ് അറിയാം, പാരാലിമ്പിക്സ്, പാരാഒളിമ്പിക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അംഗവൈകല്യം വന്നവർക്ക് വേണ്ടിയുള്ള മത്സരങ്ങളെയാണ് പാര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ വേൾഡ് പാരാഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ മലയാളി ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളുക. സിദ്ധാർത്ഥ ബാബു ആണ് പാരാഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ മലയാളി. ഇപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ വീതമുള്ള ഓരോ സെക്ഷനായിട്ടാണ് തരുന്നത്. അതുകൊണ്ട് പഠിക്കാനും സൗകര്യമായിരിക്കും. നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുമ്പോഴും 5 ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ പഠിച്ചു വരിക. 5-10 പഠിച്ച ശേഷം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഉത്തരത്തിൽ നിന്നും ചോദ്യത്തിലേക്ക് വരാൻ ശ്രമിക്കുക. അതായത് ഇപ്പം നിങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം 140 എന്തോ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 140 ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്ത് വെക്കുക. അതായത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 140 ആണ്. അപ്പോൾ ഐസ്ലാൻഡിൽ കാണുമ്പോൾ ഐസ്ലാൻഡുമായി ബന്ധപ്പെട്ട സംഭവം എന്താണ്? ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പിൽ ഐസ്ലാൻഡാണ് ടോപ്പിൽ നിൽക്കുന്നത്. അതേപോലെ റുമാന സിൻഹ സെഗാൾ എന്താ സംഭവം എന്ന് ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ മറിച്ച് വെക്കുക. അതായത് വേൾഡ് റുമാന സിൻഹ സെഗാളുമായി ബന്ധപ്പെട്ട എന്താണെന്ന് ഓർക്കാൻ ശ്രമിക്കുക. വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്, നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? റുമാന സിൻഹ സെഗാളിനാണ്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും മറച്ചു വെച്ചുകൊണ്ട് ഉത്തരത്തിൽ നിന്നും ചോദ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു റിവേഴ്സ് മോഡൽ ശ്രമിക്കുക. ഇങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് കാലം നിങ്ങളുടെ മൈൻഡിൽ കിടക്കും. കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യും? അതിങ്ങനെ മറന്നു പോകും. ഓരോ പുതിയ ന്യൂറോണുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് സൃഷ്ടിക്കപ്പെടുമ്പോഴും പഴയതിങ്ങനെ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ വരുന്നതിനനുസരിച്ച് കാലപ്പഴക്കം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി ഒരു പുതിയ റിവേഴ്സ് മെത്തേഡിലൂടെ ക്വസ്റ്റ്യൻ മറച്ചു വെച്ച് ചോദ്യത്തിൽ നിന്നും ക്വസ്റ്റ്യനിലേക്ക് വരുന്ന ഒരു മോഡൽ പരീക്ഷിക്കുക. എല്ലാ മേഖലയിലും ഇത് പരീക്ഷിക്കാം. ആദ്യം നന്നായിട്ട് പഠിക്കുക, 5-10 പഠിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ കവർ ചെയ്തിട്ട് ആൻസറിൽ നിന്നും ക്വസ്റ്റ്യനിലേക്ക് വരുന്ന ഒരു മോഡൽ പരീക്ഷിക്കുക. ഒരുപാട് കാലം നമ്മുടെ മെമ്മറിയിൽ അത് ഓർമ്മയിൽ കിടക്കും. പരീക്ഷയിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉത്തരം പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിടെ സൂയസ് കനാലിൽ കുടുങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ. സൂയസ് കനാലിൽ കുടുങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ. ഇത് പത്രമാധ്യമങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ആൻസർ എവർ ഗിബൺ ആണ് സൂയസ് കനാലിൽ കുടുങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ. നെക്സ്റ്റ് വൺ, 2021 ആബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? ആബേൽ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2021 ആബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ലാസിയോ ലോവാസ് ആൻഡ് ആവി വിഗ്ഡേഴ്സൺ 2 പ്രധാനപ്പെട്ട പേരുകളാണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, 2021 ബഹ്റൈൻ ഗ്രാൻഡ് പി കാറോട്ട മത്സരത്തിലെ വിജയി. കാറോട്ട മത്സരങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷം തുടർച്ചയായിട്ട് ആര് തന്നെയാണ് വിജയിക്കുന്നത്? ലൂയി ഹാമിൽട്ടൺ തന്നെയാണ് പല ഗ്രാൻഡ് പി മത്സരങ്ങളും. അപ്പോൾ ഗ്രാൻഡ് പിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ചോദ്യങ്ങളുടെയും ഉത്തരം ആര് തന്നെയാണ്? ലൂയിസ് ഹാമിൽട്ടൺ തന്നെയായിരിക്കാൻ ആണ് സാധ്യത. അപ്പോൾ 2021 ബഹ്റൈൻ ഗ്രാൻഡ് പി മത്സരത്തിലെ വിജയി ലൂയിസ് ഹാമിൽട്ടൺ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 10 ദിവസത്തിന് ശേഷം ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരും. അപ്പോൾ വേൾഡ് സ്പോർട്സിൽ കാറോട്ട മത്സരം ഉൾപ്പെടും. അതിലെല്ലാ അവാർഡുകളും, എല്ലാ മേഖലയിലെയും 2020-21 അവാർഡുകളൊക്കെ ആ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടും. നെക്സ്റ്റ്, മിൽമ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ് ഏതാണ്? ക്ഷീര കർഷകരെ സഹായിക്കാൻ വേണ്ടി, അതായത് പാലുമായി ബന്ധപ്പെട്ടുള്ള കർഷകരെ സഹായിക്കാൻ വേണ്ടി
മിൽമ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ്. അത് അപ്പോൾ പേരിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്, കൗ ബസാർ. അപ്പോൾ ക്ഷീര കർഷകരെ സഹായിക്കാൻ മിൽമ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പാണ് കൗ ബസാർ. ലാസ്റ്റ് വൺ 2020-21 വർഷം, അതാണ് 2020-21 വർഷത്തെ ഐ ലീഗ് ചാമ്പ്യന്മാർ. ഐ ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന പ്രാദേശിക ടൂർണമെൻ്റാണ് ഐ ലീഗ്. അപ്പോൾ ഇന്ത്യൻ ലീഗ് എന്നാണ് ഇതിൻ്റെ ചുരുക്ക പേര്. ഇന്ത്യയിലെ മികച്ച ഫുട്ബോൾ ക്ലബിനെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ടൂർണമെൻ്റാണ് ഐ ലീഗ്. ഐ ലീഗിൽ ചാമ്പ്യന്മാർ ഇതൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് ഐ ലീഗിൽ ചാമ്പ്യന്മാരാവുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് ഐ ലീഗിൽ ചാമ്പ്യന്മാരാവുന്നത്. നമ്മുടെ കേരള ഗോകുലം FC കേരളയാണ്. ഗോകുലം FC കേരള, ഗോകുലം ഫുട്ബോൾ ക്ലബ്ബ് കേരള. ഇപ്പൊ 2021 ഐ ലീഗ് ചാമ്പ്യന്മാർ ഗോകുലം FC കേരളയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ കവർ ചെയ്യുക, ആൻസറിലേക്ക് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈൽഡ് ആൻഡ് വിൽഫുൾ, ടെയിൽ ഓഫ് 15 ഐക്കോണിക് ഇന്ത്യൻ സ്പീഷീസ്. വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ്. ഈ പുസ്തകം രചിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നേഹ സിൻഹ. നേഹ സിൻഹ. നെക്സ്റ്റ് വൺ, ഇന്ത്യ സന്ദർശിച്ച ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? ആൻസർ സുഹ് വൂക്ക്. സുഹ് വൂക്ക്. ഓക്കെ. നെക്സ്റ്റ് വൺ, 1232 കിലോമീറ്റർ ദ ലോങ് ജേർണി ഹോം എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചതാരാണ്? 1232 കിലോമീറ്റർ ദ ലോങ് ജേർണി ഹോം എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത് വിനോദ് കപാരിയാണ്. വിനോദ് കപാരിയാണ്. ഫോർത്ത് വൺ, മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമായി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? Carnivac.cov. Carnivac.cov ആണ് മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമായി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ. ഫിഫ്ത്ത് വൺ, ഹാർമണി ഫൗണ്ടേഷന്റെ മദർ തെരേസ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഹാർമണി ഫൗണ്ടേഷന്റെ മദർ തെരേസ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. KK ശൈലജ ടീച്ചർ. KK ശൈലജ ടീച്ചർ ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ക്വസ്റ്റ്യൻസും പഠിച്ച് നോട്ടിൽ എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിക്കുക. ഇന്ത്യയുടെ പുതിയ സാമ്പത്തികകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേട്ടാണ് ഇന്ത്യയുടെ പുതിയ സാമ്പത്തികകാര്യ സെക്രട്ടറി. അടുത്തായി നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം. ടോക്കിയോ ഒളിമ്പിക്സ് നിങ്ങൾക്കറിയാം, 32ാമത്തെ ഒളിമ്പിക്സ് ആണ് ടോക്കിയോ ഒളിമ്പിക്സ്. 32ാമത്തെ ഒളിമ്പിക്സ് ആണ് ടോക്കിയോയിൽ നടക്കുന്ന ഒളിമ്പിക്സ്. ഈ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജപ്പാനിലെ ചക്രവർത്തിയായ നറുഹിതോ ചക്രവർത്തിയാണ്. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജപ്പാനിലെ ചക്രവർത്തിയായ നറുഹിതോ ആണ്. നറുഹിതോ. ടോക്കിയോ ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ചത് ടെന്നീസ് താരമായ നവോമി ഒസാക്കയാണ്. പ്രശസ്ത ജപ്പാനീസ് ടെന്നീസ് താരമായ നവോമി ഒസാക്കയാണ് ടോക്കിയോ ഒളിമ്പിക്സിന് ദീപം തെളിയിച്ചത്. നവോമി ഒസാക്കയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റുകൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ടെന്നീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ കാര്യങ്ങൾ പറയാം. അപ്പോൾ ദീപം തെളിയിച്ചത് നവോമി ഒസാക്ക, ഉദ്ഘാടനം ചെയ്തത് നറുഹിതോ ചക്രവർത്തി. ഇന്ത്യ മാർച്ച് പാസ്റ്റില് 21ാമതായിട്ടാണ് അണിനിരുന്നത്. മാർച്ച് പാസ്റ്റില് ഇന്ത്യ 21ാം സ്ഥാനത്താണ് അണിനിരന്നത്. അതേപോലെ തന്നെ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം, ജപ്പാനിൽ നടന്ന ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം മിറായ് ടോവ ആണ്. മിറായ് ടോവ. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പാരാലിമ്പിക്സിന്റെ, ഒളിമ്പിക്സിന് സമാനമായി നടക്കുന്ന വികലാംഗർക്ക് വേണ്ടിയുള്ള, അംഗവൈകല്യം വന്നവർക്ക് വേണ്ടിയുള്ള പാരാലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം സൊമൈറ്റിയാണ്. പാരാലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം
സൊമേറ്റി ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 32ാമത്തെ ഒളിമ്പിക്സ് മത്സരമാണിപ്പോൾ ടോക്കിയോയിൽ നടക്കുന്നത്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ സാമ്പത്തിക കാര്യ സെക്രട്ടറി അജയ് സേത്താണ്. ടോക്കിയോ ഒളിമ്പിക്സ് 32ാമത്തെ ഒളിമ്പിക്സ് ആണ്. ഇതിന്റെ ദീപം തെളിയിച്ചത് നവോമി ഒസാക്കയാണ്. ഉദ്ഘാടനം ചെയ്തത് നറുഹിതോ ചക്രവർത്തിയാണ്. മാർച്ച് പാസ്റ്റിൽ ഇന്ത്യ 21ാമതായിട്ടാണ് അണിനിരന്നത്. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം മിറായ് ടോവയാണ്. അതേപോലെ തന്നെ പാരാലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം സൊമേറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അടുത്തതായിട്ട് കുറച്ച് പദ്ധതികളെ കുറിച്ച്, പ്രധാനപ്പെട്ട 2021 നിലവിൽ വന്ന കുറച്ച് പ്രധാന പദ്ധതികളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലാദ്യത്തത് സ്ത്രീ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനൽ. സ്ത്രീ സുരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് ശിശു വികസന വകുപ്പ് ഒരുപാട് വകുപ്പുകൾ, ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ശിശു വികസന വകുപ്പ് ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് കനൽ. അടുത്തതായി ഗാർഹിക പീഡനം നേരിടുന്നവർക്ക് പരാതി നൽകാൻ വേണ്ടി, അതായത് ഓൺലൈനായിട്ട് പരാതി കൊടുക്കാൻ പറ്റാത്തവർക്ക് ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് രക്ഷാദൂത്. ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് ഓൺലൈനായി പരാതി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് രക്ഷാദൂത്. മൂന്നാമത്തത് LED ബൾബുകൾ കുറഞ്ഞ നിരക്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗ്രാം ഉജാല. LED ബൾബുകൾ കുറഞ്ഞ നിരക്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കേരള സർക്കാർ പ്രത്യേകം ഓർമ്മിക്കണം, കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാം ഉജാല. നെക്സ്റ്റ്, സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭിക്കുന്നതിനായി, എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഗാർഹിക പീഡനമോ ഒക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പോലീസിന്റെ സഹായം ആവശ്യമാണെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടി ശിശു വികസന വകുപ്പ് ആരംഭിച്ച പുതിയ പോർട്ടലാണ് കാതോർത്ത് എന്ന പോർട്ടലാണ് പോലീസ് സഹായം ലഭിക്കാൻ വേണ്ടി ശിശു വികസന വകുപ്പ് ആരംഭിച്ച പുതിയ പോർട്ടൽ. അടുത്തത് കുട്ടികൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കവചം. ഒരു കവചമായിട്ട് പോലീസ് മാറി എന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ കുട്ടികൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കവചം എന്നോർക്ക് ഒന്നുകൂടി പറയാം. സ്ത്രീ സുരക്ഷ മുൻനിർത്തി ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനൽ. ഗാർഹിക പീഡനത്തിനെതിരെ ഓൺലൈനായി പരാതി കൊടുക്കാൻ കഴിയാത്ത സ്ത്രീകൾക്ക് വേണ്ടി ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് രക്ഷാദൂത്. LED ബൾബുകൾ കുറഞ്ഞ നിരക്കിൽ ഗ്രാമങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഗ്രാം ഉജാല. സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭിക്കാൻ വേണ്ടി ആരംഭിച്ച പോർട്ടലാണ് കാതോർത്ത്. കുട്ടികൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കവചം. അപ്പോൾ ഇതൊക്കെ 2021 പ്രധാനപ്പെട്ട പദ്ധതികളാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം വീഡിയോ ലെങ്ത്ത് 100 ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത്ത് ആവുന്നൊരു തോന്നൽ. ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഒരു 10-30 ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു 10-30 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ഞങ്ങൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ മുകളിലൊക്കെ വീഡിയോ വരും 100 ക്വസ്റ്റ്യൻ ആകുമ്പോൾ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിനെ സംബന്ധിച്ച അത്യാവശ്യം കുറച്ച് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വീഡിയോ ലെങ്ത്ത് നന്നായിട്ട് കൂടും. ഏകദേശം 1 മണിക്കൂറോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ ചിലപ്പോൾ പോവും. അപ്പോൾ 100 ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഞാൻ വിചാരിക്കുന്നത് എന്ത് ചെയ്യുക, ഒരു 2 വീഡിയോകളായിട്ട് 2 സെക്ഷനായിട്ട് ഒരു ദിവസം എന്ത് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാം. 50 ക്വസ്റ്റ്യനുള്ള, ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയതുകൊണ്ട് ഇന്ന് തൽക്കാലം ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ.